How do you feel, Captain? I feel fantastic, blastic, hilarious, super, outrageous. വെള്ളം തന്നെയല്ല നേരത്തെ കുടിച്ചത്. അതല്ല ഫാന്റാസ്റ്റിക് ഇവിടെ തെറിച്ച്. പിന്നെ മോനെ ലൈവ് സ്റ്റേജിലൊക്കെ പാടുമ്പോ ഈ പറഞ്ഞ കറക്റ്റ് ഹൈറ്റിനൊത്ത ആളൊക്കെ ആയിട്ട് നിന്ന് പാടണമല്ലോ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഏത് ടൈപ്പ് ചെരുപ്പ് വേണ്ടിയിലുണ്ട്. ഇളയ മോനായതുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ കുഞ്ചിക്കൽ കൂടുതൽ അങ്ങനെ ഉണ്ടാവും. ഒരു പെറ്റ് തന്നെയായിരുന്നു ചെറുപ്പത്തിൽ. ഭയങ്കര ഇപ്പൊ നീ ഒരു തെറ്റാണെന്നാണ് പറയുന്നത്. ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഒരു സീരിയലിലെ നായകനാണ്. ആ ഒരു ഒറ്റ തെറ്റ് ശ്രീകുമാരൻ തമ്പി സാർ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. പോലെ വിദ്യക്കുട്ടി പറഞ്ഞതുപോലെ നഷ്ടപ്രണയത്തിന്റെ ഒരു പാട്ടാണെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് അറിയത്തില്ല അത് തന്നെയാണോ? ആണല്ലേ? ആണ്. അത് ഈ പ്രണയിച്ചോർക്കേ അറിയുള്ളൂ. ഞാൻ അത് ചെയ്യാത്തോണ്ട് സത്യമായിട്ട് കുറച്ച് പച്ചവെള്ളം തരട്ടെ, ചവച്ചു കുടിക്കുന്നു. എന്ത് വസ്തുവിനെ ആലോചിച്ചിട്ടായിരുന്നു ഇത് പാടിയത്? ഒരു പെൺകുട്ടി. പേര് കൂടെ ഒന്ന് പേര് പറഞ്ഞാൽ പേരില്ലാത്തൊരു കുട്ടിയാ. ഓ, അത്ര ചെറുതാ? 28 കഴിഞ്ഞിട്ടില്ല. അപ്പൊ പാടി പാടി തൊടിയിലേതോ പൊന്നാഞ്ഞിലിമേൽ ഇരിക്കാതെ പുലരി വെയിലോളി പൂക്കാവടി കണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞ വലിയ ഇതിന്റെ പേയ്മെന്റ് ഞാൻ കൊടുക്കാം. എടുത്തോട്ടെ. എനിക്ക് തോന്നുന്നു സൂപ്പർ 4 സീസൺ 2 ഏറ്റവും കൂടുതൽ ഫാൻ പേജസ് ഉള്ളത് അല്ല 22 ഫാൻ പേജ് ആണ്. ഞാൻ ഇരുന്ന് എണ്ണി 40 കൊടുത്തുണ്ടോ? ഓക്കെ, ഞാൻ കണ്ടില്ല. കാരണം അവൻ തന്നെയല്ലേ എല്ലാം ഉണ്ടാക്കണം. വധൂരി എന്നൊക്കെ വിളിക്കുമ്പോ ഒന്ന് പോകൂ വധൂരി എന്ന് പറയാൻ പറ്റുമോ? ഇപ്പത്തിന് ശ്രീലക്ഷ്മി ഇത് അവിടെ ചോദിച്ചത് ഞാൻ അവരെ പോലും ഡാന്ന് വിളിക്കാറില്ല. പറയടാ, ഞാൻ നിന്നെ വിളിക്കാറില്ല. ഏത് നമ്മുടെ ടീമിൽ നിന്നായാലും സിത്തുവിന്റെ ടീമിൽ നിന്നായിരുന്നാലും സിത്തുവിന്റെ എക്സ്പ്രഷൻ ബ്യൂട്ടിഫുൾ പീപ്പിൾ. പപ്പയടയ്ക്ക് ആരും കാണാണ്ട് ഫോൺ ചെയ്യണ ഞാൻ കേൾക്കാറുണ്ട്. അതാണ് മാഡം എന്നെ അറസ്റ്റ് ചെയ്യൂ മാഡം, ഇവരെ എന്നെ രക്ഷപ്പെടുത്തൂ മാഡം. എന്റെ മകൻ എവിടെ? ഇതിലേത് വേണോ എടുക്കാം. എന്നെ തിരുത്തി തരുന്ന ആളാണ് ഈ ജോൽസിനൊക്കെ. എവിടെയെങ്കിലും പോയ വേറെ വിദേശത്ത് ഒരു കാര്യമില്ലാതെ ഹോട്ടലിന്റെ റിസപ്ഷനിൽ താക്കോല് ചോദിക്കും, ഇംഗ്ലീഷ് തെറ്റിപ്പോയ തെറ്റാണ്. അവരെന്ത് വിചാരിക്കുന്നു? പിന്നെ സാഹിബിന്റെ പെങ്ങളെ എനിക്ക് കല്യാണം ആലോചിക്കാൻ പോവല്ലേ. ഞാനല്ലേ നമുക്ക് ഈ പ്രായത്തിലോട്ട് പോകാം. അതുകൊണ്ട് എൻജോയ് ചെയ്യുക. ഒരു പൂമ്പാറ്റകളെ പോലെ ഇങ്ങനെ സ്നേഹിച്ച് സന്തോഷിച്ച് അല്ലെ, കൂട്ടുകാരും ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കാം. മുള്ളിൽ പോയി ഇരിക്കരുത്. അവനെന്നാ നോക്കിയ പോലും ഇല്ല. പാട്ട് തെറ്റരുതെന്ന് ഒരു നിമിഷം ഞാൻ വിചാരിച്ചു ഞാൻ സെറ്റിലെ പ്രോപ്പർട്ടി ആണോ. ഇല്ല, ഞാനിപ്പോ ഒന്നും കല്യാണം ഒന്നും കഴിക്കില്ല. ഞാൻ ഒരു 40-45 വയസ്സ്. നമ്മളൊക്കെ ആ വയസ്സിലോട്ടൊന്ന് എഴുതി കാണിക്കാൻ കൊതിക്കുന്നു അല്ലെ. ഇപ്പൊ ആ വയസ്സ് എഴുതി കാണിക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തിരിച്ചിട്ടാ പോലും അങ്ങനെ ആവുന്നു. ഇനി വിദ്വാൻ ആരെ സെലക്ട് ചെയ്യാൻ പോന്നെ? എന്റെ ടീമിൽ നിന്ന് ഞാൻ വൈഷ്ണവിനെ സെലക്ട് ചെയ്യും. യേശു ക്രിസ്തു ആക്കാനല്ല, സാന്റാ ക്ലോസ് ആക്കാനാണ്. കൊണ്ടുവേടാ ഒരു ലോറി പഞ്ഞി. വായിക്കാത്ത കുത്തി വെച്ചിരിക്കട്ടെ.
വിധുചേട്ടൻ എനിക്ക് ആക്ച്വലി ഇതിന് വിധുചേട്ടനെ മാത്രമേ അറിയാത്തുള്ളൂ, ഇതിനു മുമ്പ് കാണാത്തത്. ഞാൻ വിധു പ്രതാപ് പാട്ടുകാരൻ. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. തൃശ്ശൂര് വിയ്യൂരാണ് സർ. വിയ്യൂര്. വിയ്യൂരോ? വിയ്യൂരെവിടെ? സെൻട്രൽ ജയിലിലാണോ? അയ്യോ ഞാനെവിടെയാ? അത് ജയിലിനകത്ത്. ഇവര് പുറത്ത്. കുഴപ്പമില്ല, സമ്മതിക്കില്ല. ജീവിതം നന്നായിട്ട് പഠിക്കാൻ വെക്കുക. അതിന് 90% കൂടുതലല്ല. എന്നിട്ടാണോ? കുഴപ്പമില്ല. എന്റെ ദൈവം, ഞാനൊക്കെ അതല്ല ഞാൻ 90 എന്ന് പറയുന്നത് ഇതല്ലേ? ക്യാപ്റ്റൻ ക്യാപ്റ്റൻ കുടുംബയെ കെട്ടിരിക്കുക. അവിടെ ഇവിടെ പൂക്കളൊക്കെ വെച്ച് തലയില്. ക്യാപ്റ്റൻ ഫിറ്റ് ആയി. ശരി, ഓക്കേ, ഓടാം. ശരി. എനിക്ക് ഒരു 10ാം ക്ലാസ് 8, 9, 10 ആ ഒരു സമയത്താണല്ലോ ശരിക്കും ഒരു പ്രണയം ഒക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നതും അങ്ങനെ ഒരു ഫീലൊക്കെ വരുന്നതും ആ ഒരു സമയം. എനിക്കൊന്ന് 8ാം ക്ലാസ് ശരി, പോട്ടെ. കിൻഡർ ഗാർഡൻ. ഇപ്പോ ബികോം ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ബികോം പഠിച്ച ആരുമില്ലേ? പഠിച്ചവര് തന്നെ ചുരുക്കമുള്ളൂ. പ്രേക്ഷകരോട് ഒരു കാര്യമുള്ളത്, ഇവൻ ആർട്ടിലുള്ളവൻ, അവനിൽ കണ്ടസ്റ്റന്റേ അല്ല. അവനെയാണ് വിധുവും ജോത്സരെ എന്റെ ടീമിൽ പെട്ടവനാണെന്ന് പറഞ്ഞ് വിളിച്ചെടുത്തത്. നിങ്ങൾക്ക് രണ്ടിനും അതിന് ടൗൺ ഹാളിൽ ഒരു സ്വീകരണം വേറെ വരുന്നു. ചേട്ടൻ ഇങ്ങനത്തെ ഈ പെമ്പിള്ളാട്ടുള്ള അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാത്തോണ്ട് എനിക്കാകുമ്പോ ഇതെല്ലാം ഉണ്ട്. അതൊരു സത്യം. ചേട്ടനൊന്നും ഇല്ലാത്തോണ്ട് ഈ ചേട്ടന് പെണ്ണ് കെട്ടുന്നൊരു ചെറിയ സീനുണ്ട്. ചേട്ടനിപ്പം ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഞാനിപ്പോ കമ്മിറ്റഡ് ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കെട്ടാൻ പറ്റും. ചേട്ടൻ അപ്പൊ നിന്റെ ഫ്രണ്ടിൽ ഒരു പുല്ലും വണ്ടിയാണ് ഇപ്പൊ. The stallion of counters, the bluff master of comedies, the lion of captions. സാർ സൂപ്പർ സാധനം, ഒരു കുഴപ്പമില്ല. ഉഗ്രനാന്ന് പറയുന്ന പോലെ അത്രയും വാക്കുകൾ എന്നെ പറ്റി പറയുന്നത് കേട്ടു. ഇവർക്കെല്ലാം എന്നെ വളരെ നന്നായിട്ട് അറിയാം. ഇവര് മേടിക്കുകയല്ല, എനിക്ക് ഉറപ്പാണ്. എന്ത് പറഞ്ഞാലും ഇവര് മേടിക്കാൻ പോണില്ല. ഒറ്റ കാര്യം മാത്രം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ടോട്ടൽ സോങ് കുറച്ചൊന്ന് പതിഞ്ഞുപോയി. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്. ശബ്ദം ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നേന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ കോമ്പറ്റീഷൻ ശ്രദ്ധിക്കുക. അല്ലാണ്ട് ജാൻവിയെ മാത്രം ശ്രദ്ധിച്ചാ പോരാ. തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം വരും. പിന്നെ നിന്റെ അഞ്ജനം എഴുതല് ഭയങ്കരമായിരുന്നു കേട്ടോ. കണ്ണിലെ പീള എടുത്ത് കളയുന്നതായിരുന്നു. ഞാൻ ഇങ്ങനെ വെറുതെ നോക്കിയപ്പോ അവൻ നോക്കി ചിരിച്ചു. നമ്മളെവിടെയൊക്കെ കണ്ണും കണ്ടുടക്കി നോക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ സൈറ്റ് അടിച്ചപ്പോ അവൻ നോക്കി. കോട്ടയക്കാരെ പറയിപ്പിക്കൂലോടാ. ചുമ്മാ പറഞ്ഞു കേട്ടാ. ചേട്ടാ അവന്റെ മോഹം ഇത് നീ നിങ്ങൾ മനുഷ്യ അത് കറക്റ്റ് ആക്കി പറ. 1, 1, 3 വന്നിട്ട് ഞാനൊരു ഇത് കാണിച്ചതാണ്. ഒരു ഭാഗത്ത് റിമി, ഒരു ഭാഗത്ത് ശ്വേത. ഞാനാണെങ്കിൽ ഇടയിൽ കിടന്നിങ്ങനെ. എന്നിട്ട് മൂന്നാമതൊരാളുടെ കൂടെ പോയല്ലേ. ചുമ്മാ തീരെ വഴക്ക് പറയില്ല. ഇല്ല, അമ്മ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന എന്തിനാ? ഒന്നുമില്ല. ഇത് പഠിപ്പിച്ചതാ. ഇതാരാ പഠിപ്പിച്ച ഇങ്ങനെ പറയാൻ? അമ്മ. ട്യൂമറാണ് എഴുതി തന്ന സത്യം പറ. ഗ്രൂമറല്ലേ എഴുതുന്നത്? ചെറുതായിട്ട് സഹായിച്ചു. അനുവേട്ട സ്ക്രിപ്റ്റ് കണ്ട അറിയില്ലേ? പറഞ്ഞു കൊടുത്തു അനുവേട്ടൻ. എല്ലാം ഗ്രൂമർ. ബാക്കി ഞാൻ മറന്നു മാത്രം എന്റെ ഇടം. ബാക്കി ഞാൻ മറന്നു മാത്രം എന്റെ ഇടം. ആരും ആരെ നോക്കരുത്. അവന് വേണം എല്ലാവരും. നീ ആ വാശി വീട്. നിനക്കുള്ളത് നിനക്ക് വരും കേട്ടോ. എടാ ഇവരിങ്ങനെയൊക്കെ പറയും. പക്ഷെ നീ റിമി ചേച്ചി പറയണ പോലെ ഫോക്കസ്. ഏതില്
നമുക്ക് എന്ത് സ്റ്റെപ്പ് വരുന്നു അപ്പൊ കളിക്കുന്ന ഒരു സമയം അതാണ് പുള്ളി കളിച്ചത്. ഞാനും ഇതും ഭാര്യമാർ നാട്ടിൽ പോകുമ്പോ മാത്രമേ ഇതുപോലെ അറ്റാച്ച് ചെയ്തു. എനിക്ക് ചേച്ചിയുടെ ടാറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ 12,000 ടാറ്റൂല് ഏതാ നമുക്ക് ഇഷ്ടം? തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ജോത്സ്നയുടെ നാട്, അല്ലെങ്കിൽ ജോത്സ്ന എന്ന പാട്ടുകാരി വന്നു. ഇനി ശ്രീലക്ഷ്മിയുടെ നാടെന്ന് അറിയപ്പെടുന്നത് അല്ലെ? അങ്ങനെ പറഞ്ഞു കേട്ടാൽ എനിക്ക് ഏറ്റവും അഭിമാനിക്കുന്ന ആളുകളിൽ ഒരാള് ഞാനായിരിക്കും. ഇനി റൂമിൽ പോയിരുന്ന് കരയും, നെഞ്ചത്തിൽ നിലവിളിയൊക്കെ റൂമിൽ